കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിരവധി പുസ്തകങ്ങൾ ഞാൻ കയ്യിൽ ശേഖരിച്ചു വെച്ചിരുന്നു കുട്ടികളെ പരിചയപ്പെടുത്താൻ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഈ പുസ്തകം. ഇതെൻ്റെ അമ്മ എനിക്ക് വായിക്കാൻ തന്നതാണ്. ഇതൊന്ന് വായിച്ച് അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഇതിന് മുഴുവൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ഐ ഓപ്പണറാണ്. എൻ്റെ കണ്ണ് തുറപ്പിച്ചു. എനിക്കൊരുപാട് സന്തോഷം തന്നൊരു പുസ്തകമാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പുസ്തകം വായിക്കുന്നത്. വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഓടിച്ച് വായിച്ചു. അതിന് മുമ്പ് തന്നെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഈ പുസ്തകം മനസ്സൊരുപാട് സന്തോഷമായി, ഒരുപാട് സംതൃപ്തിയായി. ഈ പുസ്തകത്തിലെ ഓരോ വരികളും, ഓരോ പുസ്തകങ്ങളും ഓരോ അറിവാണ്. അത് ഓരോ ചിന്തകൾ നമ്മളെ വളർത്താൻ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. ഇത് പ്രൊഫസർ ശിവദാസ് സാറിൻ്റെ സോപ്പ് തേക്കണോ പൊട്ടുകൊത്തണോ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇതിനകത്ത് കുട്ടികളെ മിടുക്കരാക്കാനും ആത്മവിശ്വാസമുള്ളവരാക്കി വളർത്താനും ശാസ്ത്രത്തിൻ്റെ വഴിയാണ് ഇതിനകത്ത് പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഇതിനകത്ത് ഓരോ ഭാഗങ്ങളും വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലായതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക്. ഇതിനകത്ത് നമ്മളെ പെട്ടെന്ന് ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം, കണ്ണിൽ മണ്ണ് പോയാൽ എന്ത് ചെയ്യണം, സോപ്പ് തേച്ചാൽ സൗന്ദര്യം കൂടുമോ കുറയുമോ, പൊട്ടുകുത്തിയാൽ എന്താ കുഴപ്പം, കടലാസ് റോക്കറ്റ് ഉണ്ടാക്കുന്നതിന്, അതൊക്കെ ഇതിനകത്ത് പറയുന്നും കാണിക്കുന്നുമുണ്ട്. ശാസ്ത്ര പഠനം അതിരസകരമാകുന്നത് എങ്ങനെ, നമ്മുടെ നാടിനെ നന്നാക്കാൻ നാം എന്ത് ചെയ്യണം, ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുള്ള ഈ കൊച്ചൊരു പുസ്തകത്തിനകത്ത്. പക്ഷെ ഒരുപാട് കാര്യങ്ങളാണ്, നമുക്ക് ഉൾക്കാഴ്ച തരുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് വായിച്ചപ്പോൾ തന്നെ ഉണ്ടായത്. അതെല്ലാം എന്താണ് ശാസ്ത്രത്തിൻ്റെ വഴി, നമ്മളുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ശാസ്ത്രത്തിൻ്റെ വഴിയും ശാസ്ത്രീയ സമീപനവും ശരിയായ ചോദ്യങ്ങൾ ചോദിച്ച് യുക്തിയുക്തമായി ചിന്തിച്ച് പഠിച്ച് പരീക്ഷണങ്ങൾ നടത്തി കഴിവുകൾ വളർത്തി എങ്ങനെ നമ്മുടെ കുട്ടികളെ വളരാനും മിടുക്കരാക്കാനും സഹായിക്കുമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, ആരാണ് ശാസ്ത്രജ്ഞൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശാസ്ത്രജ്ഞ പ്രകൃതി എന്ന പാഠശാലയിലെ കുട്ടികളാണ് അവർ. നമ്മളെല്ലാവരും പ്രകൃതി ചുറ്റുപാടും അനേക രഹസ്യങ്ങൾ ഒളിച്ചു വച്ചിരിക്കുന്നു. ഇതൊന്ന് കണ്ടുപിടിക്കുമെന്ന് സ്നേഹപൂർവ്വം തൻ്റെ ഓമനകളായ കുട്ടികളെ, ശാസ്ത്രജ്ഞന്മാരായിട്ട് കുട്ടികളെയാണ് കാണുന്നത്. പ്രകൃതി രഹസ്യങ്ങൾ കണ്ടെത്തുന്നത് ഒരു രസമുള്ളൊരു കളിയാണ്. അത് തപസ്സാണ്, ജീവിത ലക്ഷ്യമാണ്, ആനന്ദകരമായ ഒരു പ്രവൃത്തിയാണ്, ആവേശകരമായ രഹസ്യ അന്വേഷണവും സത്യാന്വേഷണവും തന്നെയാണ്. അതുപോലെ ഇത് അവസാനിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്ക് സന്തോഷം തോന്നിയതുകൊണ്ടാണ് മുഴുവൻ വായിച്ചു തീർന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്. ശരിയായ ശാസ്ത്രബോധം മനുഷ്യനെ മഹത്വത്തിലേക്ക് ഉയർത്തും. മഹത്തായൊരു ലോകം സ്വപ്നം കാണുന്ന, മഹത്തായൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയുന്ന പുതിയൊരു മനുഷ്യനാക്കാനും കഴിയും. നമുക്കും ഇത്തരം വിശ്വമാനവരായി വളരാൻ കഴിയും. അതിന് ശാസ്ത്രബോധം ഉൾക്കൊള്ളാം, ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ വളരാം, ശാസ്ത്രീയ മനോഭാവം ഉള്ളവരായി മാറാം. പ്രപഞ്ചബോധത്തിൽ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്ത് ദുഃഖം, പ്രപഞ്ചബോധം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ദുഃഖമാണെന്നാണ്. ഇത് ശാസ്ത്രീയമായുള്ള വഴിയിൽ എനിക്കറിയില്ലായിരുന്നു. അതിന് സാറിന് ഞാൻ എൻ്റെ ഒരു നമസ്കാരം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. ഇതിൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെയൊരു പുസ്തകം. ഇതൊരു നല്ല പുസ്തകമാണ്. എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും അടുത്ത വീഡിയോയിൽ ഞാൻ ഈ പുസ്തകം പഠിച്ച് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ, മനസ്സിലായതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതുപോലുള്ള പുസ്തകങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും അത് വായിച്ച് മനസ്സിലാക്കി കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് വായനാശീലം വളർത്തിയെടുക്കുക. അപ്പം വായനാശീലം വളർത്തിയെടുക്കാൻ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഈ പുസ്തകത്തിലൂടെയാണ്. നിങ്ങൾക്ക് സോപ്പ് തേക്കണോ പൊട്ടുകുത്തണോ